This news is brought to you by Sri Shankaracharya Computer Center, Merchant Square, near bus stand, Cherubura. മുൻ മന്ത്രിയും പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക് സ്ഥാപകനുമായ KP നൂറുദ്ദീൻ സാഹിബിന്റെ 10ാം ചരമവാർഷിക അനുസ്മരണം സംഘടിപ്പിച്ചു. ചെറുപുഴ ബ്രാഞ്ചിൽ നടന്ന അനുസ്മരണ സമ്മേളനം ബാങ്ക് ചെയർമാൻ വി കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് മാനേജർ TP ദിലീപ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് അംഗം അനീഷ് ആന്റണി, ബാങ്ക് ഡയറക്ടർ ജോയ്സി ഷാജി, VV ദാമോദരൻ, വർക്കി നരിമറ്റം, PT അനിൽകുമാർ, PV നിഖില തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും സമുന്നതമായ പദവിയിലെത്തിച്ചേർന്ന നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞു പോയ ശ്രീ നൂറുദ്ദീൻ സാഹിബിൻ്റെ 10ാമത് ചരമദിനമാണ്. ശ്രീ നൂറുദ്ദീൻ സാഹിബ് എന്ന് പറയുമ്പോൾ ചെറുപുഴക്കാർക്ക് പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹം ചെറുപുഴയുമായി വളരെയേറെ ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ അവസാന ഘട്ടം വരെയും ചെറുപുഴയിൽ പ്രവർത്തനം നടത്തി അവസാനിപ്പിച്ചതാണ്. ഏറ്റവും വലിയ ജനകീയനായ ഒരു നേതാവ് എന്ന നിലയിൽ ശ്രീ നൂറുദ്ദീൻ സാഹിബിനുള്ള സ്ഥാനം വളരെ വിപുലമാണ്. ഒരുപക്ഷെ ചെറുപുഴ ഇന്ന് നിലനിൽക്കുന്നത്, ചെറുപുഴ ഇന്ന് ഈ തരത്തിൽ പുരോഗമിച്ച് ഒരു വലിയ പട്ടണമായി വളർന്നു നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ വളരെ കടുത്ത പരിശ്രമത്തിൻ്റെ ഫലമാണ്. 1979 വർഷത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അന്നത്തെ ഐക്യജനാധിപത്യ മുന്നണി ഭരണം നടത്തുമ്പോൾ ശ്രീ ബേബി ജോൺ കണ്ണൂരിൽ വെച്ച് പ്രഖ്യാപിച്ചത് ചെറുപുഴയിൽ 59 ചെറുപുഴ പാലത്തിൻ്റെ മേലെ 59 അടി ഉയരത്തിൽ വെള്ളം കയറും കാക്കിടാവും നടപ്പിലാക്കാൻ പോവുകയാണ്. ഇപ്പോൾ ചെറുപുഴ പാലത്തിൻ്റെ മേലെ 59 മീറ്റർ വെള്ളം കയറുമ്പോൾ ഈ പ്രദേശം മുഴുവനും വെള്ളത്തിൻ്റെ അടിയിലാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അങ്ങനെ ഉണ്ടായ ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി അന്നത്തെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ശ്രീ KP നൂറുദ്ദീൻ സാഹിബാണ് മുൻകൈയെടുത്ത് ചെറുപുഴയിൽ കുഞ്ഞുഷൻ നായരും കുഞ്ചക്കുന്നേൽ ജോസഫ് ഏട്ടനും അതുപോലെ അംശയാജിയും നെല്ലുവേലിയും ഞാനും ഒക്കെ അടങ്ങുന്ന അന്നത്തെ ആ ഒരു സമരസമിതിക്ക് എല്ലാ സഹായവും ചെയ്തു തന്ന തിരുവനന്തപുരത്ത് നിരന്തരമായി മുഖ്യമന്ത്രിമാരുടെ, പ്രത്യേകിച്ച് നായനാർ അന്ന് മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിൻ്റെ മുമ്പിലും പിന്നീട് തുടർന്ന് കരുണാകരൻ്റെ മുമ്പിലും ഒക്കെ ഞങ്ങളൊക്കെ കൂട്ടിക്കൊണ്ടുപോയി ഈ മലയോര മേഖലയുടെ തകർച്ചയ്ക്ക് ഇടയാക്കരുത് എന്ന് പറഞ്ഞ് അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളാണ് അദ്ദേഹം. ചെറുപുഴക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു നേതാവാണ് അദ്ദേഹം. കണ്ണൂർ ജില്ലയിൽ പെരുവാമ്പയിൽ ഒലയമ്പാടിയിലേക്ക് സമീപമുള്ള പ്രദേശത്ത് വളരെ പാവപ്പെട്ടൊരു കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരക്കച്ചവടക്കാരൻ, അങ്ങനെ ഒരു ചെറിയ തോതിൽ ജനിച്ച് അദ്ദേഹം സാധാരണ കോൺഗ്രസ് പ്രവർത്തകനായി പെരുവാമ്പയിൽ ഒരു യൂണിറ്റ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായി പ്രവർത്തനം ആരംഭിച്ച അദ്ദേഹം ഒരുപക്ഷെ കേരളത്തിൽ മറ്റാരേക്കാളും ഒരുപാട് സ്മാരകങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു മഹാനാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവും KPCCയുടെ ഖജാൻജിയും ഭീഷണത്തിൻ്റെ സ്ഥാപക മാനേജിംഗ് ഡയറക്ടർ ഉൾപ്പെടെ ടൗൺ ബാങ്ക്, അതുപോലെ തന്നെ മഹാത്മാ കോളേജ്, അതുപോലെ കണ്ണൂർ ആരോഗ്യ ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾ സ്ഥാപിച്ച് നമ്മുടെ ആൾക്കാർക്ക് ഒരുപാട് സഹായം ചെയ്ത വ്യക്തിയാണ് ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ സാഹിബ്. ഉദ്ഘാടനം ചെയ്ത ബാങ്ക് ചെയർമാൻ ശ്രീ കൃഷ്ണൻ മാസ്റ്റർ, അതുപോലെ ഈ പരിപാടിക്ക് സ്വാഗതം. നമ്മെ വിട്ടുപോയി പിന്നീട് 10 വർഷം തീയാണ്. അദ്ദേഹത്തിൻ്റെ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ ശ്രീ കൃഷ്ണൻ മാസ്റ്റർ. ന്യൂ ജനറേഷനുകൾക്കിനി ന്യൂജൻ കോഴ്സുകൾ പഠിക്കാം ശ്രീ ശങ്കരാചാര്യയിലൂടെ. അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ. വൈബ്സ് ആൻഡ് SAP, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഗ്രാഫിക് ഡിസൈനിംഗ് ആൻഡ് ആനിമേഷൻ, വീഡിയോ എഡിറ്റിംഗ് ആൻഡ് VFX, മോഷൻ ഗ്രാഫിക്സ്, ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ, പൈത്തൺ പ്രോഗ്രാമിംഗ്, ഇന്റീരിയർ ഡിസൈനിംഗ്. എല്ലാ കോഴ്സുകളിലും AI ഇന്റഗ്രേറ്റഡ് ടൂളുകൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ. ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ, മർച്ചന്റ് സ്ക്വയർ, നിയർ ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.